ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ ഉണ്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചായി അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് എന്ന കണക്കിനാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതിയാവും. അതേപോലെ തന്നെ മാവ് ലൂസായി പോയാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് വീണ്ടും കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതിനു വേണ്ടി 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം നല്ലപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ 2 വലിയ സവാള അരിഞ്ഞത്, 5 വലിയ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചിരവിയ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചൂടായ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയത്തിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്നൊരു ഉരുളയെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒന്ന് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഫില്ലിംഗ് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫില്ലിംഗ് ഒന്നും പുറത്തു വരാത്ത വിധത്തിൽ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചിരവി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഉണ്ടപ്പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. എല്ലാ ഉണ്ടപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടപ്പുട്ടൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.